ഇനി മാങ്ങ വിശേഷത്തിലാണ്. ഒരു മാവിൽ വിദേശ മാങ്ങയടക്കം 80 വ്യത്യസ്ത മാങ്ങകൾ കൃഷി ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് കോഴിക്കോട്ടെ ഒരു കർഷകൻ. കാരശ്ശേരി സ്വദേശി അബ്ദു ആണ് മാമ്പഴ കൃഷിയിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ വിജയഗാഥ രചിക്കുന്നത്. കാണാം. തായ്ലാന്റിൽ നിന്നുള്ള ഡോഗ്മൈ, ബനാന മാംഗോ, റെഡ് പൾമർ, അമേരിക്കൻ റെഡ് പൾമർ, തായ്വാൻ, ഇന്തോനേഷ്യ, കംബോഡിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കിങ് ഓഫ് ചക്പത്ത്, കാറ്റിമോൻ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 120-ലധികം മാമ്പഴങ്ങളാൽ സമൃദ്ധമാണ് അബ്ദുവിന്റെ കൃഷിയിടം. കാരശ്ശേരി കറുത്തപറമ്പിലെ പൊയിലിൽ വീടിന്റെ ചുറ്റും മാമ്പഴങ്ങളുടെ മധുരക്കാലമാണ് എന്നും. സംസ്ഥാനത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള മാവുകളും മാങ്ങകളും ഇവിടെ സുലഭമാണ്. വ്യത്യസ്തങ്ങളായ 100-ലധികം പഴങ്ങളും ഇവിടെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. മാവിനോടുള്ള ഭ്രാന്ത് ചെറുപ്പത്തിലുള്ളൊരു ശീലമാണ്. ഇത് ഏകദേശം ഒരു 80ഓളം വെറൈറ്റി ഇതിമേൽ ഗ്രാഫ്റ്റ് ചെയ്ത് പറഞ്ഞില്ല. ഇത് മൊത്തത്തിൽ 125 വെറൈറ്റി നിലത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ. അതിൽ ഏകദേശം ഇപ്രാവശ്യം ഒരു 28 വെറൈറ്റി മാങ്ങ കായ്ച്ചിട്ടുണ്ട്. ഒരു മാസമായിട്ട് ഇവിടെ മാങ്ങ ഫസ്റ്റ് നടക്കുന്നുണ്ട്. മാങ്ങ നട്ട് പഠിക്കാൻ ആൾക്കാർക്ക് വരിക. അത് നമ്മൾ പറിച്ചിട്ട് ഒരു ടേബിളിൽ വെക്കുന്നതിന് നല്ലത് മാവിൽ തന്നെ കാണുന്നതാണല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ. പക്ഷേ നമ്മൾ ഈ കായ്ച്ച മാവിൻ്റെ മുകളിൽ നിന്നാണ് കമ്പെടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ 100% കേരളത്തിലെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന മാവുകൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. മാവുകളുടെയും മാങ്ങകളുടെയും കാര്യത്തിൽ ഗവേഷണം നടത്തുന്ന അബ്ദു ഇതിനായി നിരവധി രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ചെറുപ്പകാലം തൊട്ടേ കൃഷിയോട് താല്പര്യമായിരുന്നു. 15 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിലും കൃഷിയെ കൈവിട്ടില്ല. നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം കൃഷിയിൽ കൂടുതൽ സജീവമാവുകയായിരുന്നു. വവ്വാലുകൾക്കും പക്ഷികൾക്കും കൃഷിയുടെ ഒരു പങ്ക് മനസ്സറിഞ്ഞ് ബാക്കി വെക്കുന്നതും അബ്ദുവിന്റെ രീതിയാണ്. മാമ്പഴങ്ങൾ കാണാനും വാങ്ങാനും മധുരം നുണയാനും അയൽ ജില്ലകളിൽ നിന്നടക്കം നിരവധി പേരാണ് ദിവസവും അബ്ദുവിന്റെ മാമ്പഴത്തോട്ടത്തിൽ എത്തുന്നത്. ജനം, കോഴിക്കോട്.